9 വയസ്സുള്ള ദുരന്തകാന്തമായ ജിമ്മി അന്ന് രാവിലെ ഒരു ലക്ഷ്യത്തോടെ ഉണർന്നു, കുഴപ്പത്തിലാകരുത്. സ്പോയിലർ അലേർട്ട്, അവൻ പരാജയപ്പെട്ടു. കാരണം അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ അത് കണ്ടു. ഒരു വലിയ, ഫ്ലഫി, പാൻകേക്ക് ഒബ്സസ്ഡ് എലിഫന്റ്. എവിടെയും മാത്രമല്ല ഇല്ല, അത് വളരെ സാധാരണമായിരിക്കും. ആന തന്റെ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലായിരുന്നു, സമ്മാനം നേടിയ കാബേജുകളിൽ ഒരു രാജകീയ സിംഹാസനം പോലെ ഇരിക്കുകയായിരുന്നു. ജിമ്മി കണ്ണടച്ചു. ആന തിരിഞ്ഞു നോക്കി. പിന്നെ ആന തന്റെ തുമ്പിക്കൈയുമായി പുറത്തേക്ക് വന്നു. ജിമ്മിയുടെ പ്രഭാതഭക്ഷണ പ്ലേറ്റിൽ നിന്ന് ഒരു പാൻകേക്ക് മോഷ്ടിച്ചു. ഹേയ്, അതായിരുന്നു എന്റേത്. ആന പതുക്കെ ചവച്ചരച്ചു, ചിന്തയോടെ. പിന്നെ ചുണ്ടുകൾ തേച്ചു. മഴമ് കൂടുതൽ. ജിമ്മിയുടെ തലച്ചോറ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെട്ടു. ഈ സാഹചര്യത്തിന് ഒരു യുക്തിസഹമായ പ്രതികരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, കോഡ് പാൻകേക്ക്, കോഡ് പാൻകേക്ക്. അമ്മയ്ക്ക് ഒട്ടും രസിച്ചില്ല. അമ്മ പുറത്തു വന്ന് ഈ ആനയെ എമർജൻസി മൃഗശാലയിലേക്ക് വിളിക്കുന്നതിന് കൃത്യം 5 മിനിറ്റ് മുമ്പ് ജിമ്മിക്കുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഒരു പദ്ധതിയുണ്ടായിരുന്നു. തീർച്ചയായും വിഡ്ഢിത്തമല്ലാത്ത, വിവേകപൂർണമായ ഒരു പദ്ധതി. ശരി, വിഗ് ഗൈ, നിങ്ങൾ ഒളിക്കണം. ഫാസ്റ്റ്. ആന കണ്ണിറുക്കി. എവിടെ? ജിമ്മി മുറ്റത്ത് സ്കാനിംഗ് നടത്തി. ചെറിയ ടൂൾ ഷെഡ്? ഇല്ല. സൈക്കിളിന് പിന്നിൽ? ഒരവസരം വേണ്ട. ട്രാംപോളിൻ കീഴിൽ? ശ്രമിക്കുന്നു, പക്ഷേയില്ല. ആഹാ, ഗാരേജ്. ആന പുഞ്ചിരിച്ചു. ഗാരേജിൽ എന്താണുള്ളത്? സുരക്ഷ. ജിമ്മി നുണ പറഞ്ഞു. 15 സെക്കൻഡുകൾക്ക് ശേഷം ഒരു ഭീമൻ ആന അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ ഗാരേജിന്റെ വാതിൽ പൊട്ടിത്തെറിച്ചു. ക്രാഷ്. അവിടെ അച്ഛന്റെ പുൽത്തകിടി വെട്ടുന്ന ജോലിക്കാരൻ പോയി. വാങ്ങ്. ഗുഡ് ബൈ, പെയിന്റ് ക്യാനുകൾ. ഹോങ്ക്. എന്തുകൊണ്ടാണ് ഒരു കാർ ഹോൺ ഉണ്ടായിരുന്നത്? നീങ്ങുന്നത് നിർത്തുക. ജിമ്മി ഉറക്കെ നിലവിളിച്ചു. പറ്റില്ല. സ്തംഭിച്ചു. ആന വിറച്ചു. കാർ ബഹളം വെക്കുകയും ചെയ്തു. ആന പരിഭ്രാന്തരായി സർക്കിളുകളിൽ കറങ്ങുകയും സ്പോർട്സ് ട്രോഫികളുടെ ഒരു ഷെൽഫ് മുഴുവൻ തട്ടുകയും ചെയ്തു. ജിമ്മി അയാളുടെ നെറ്റിയിൽ തലോടി. ശരി, പുതിയ പദ്ധതി. വളരെ വൈകിപ്പോയി. പുറകുവശത്തെ വാതിൽ അടഞ്ഞു. അമ്മ പുറത്തേക്കിറങ്ങി അവളുടെ അരക്കെട്ടിൽ കൈകൾ വെച്ചു. അവൾ അവശിഷ്ടങ്ങൾ ഒന്ന് നോക്കി. ഗാരേജ് നശിപ്പിക്കപ്പെട്ടു. പച്ചക്കറി തോട്ടമോ ഒരു പാൻകേക്കിനേക്കാൾ പരന്നതാണ്. ആനയോ ഇപ്പോൾ അച്ഛന്റെ വർക്ക് തൊപ്പി ധരിച്ചിരിക്കുന്നു. അമ്മ കണ്ണുകൾ അടച്ചു. ഒരു ദീർഘശ്വാസം ഇട്ടു. അപ്പോൾ ജിമ്മി, വിശദീകരിക്കുക. ജിമ്മി പുഞ്ചിരിച്ചു. ഉഹ്, സർപ്രൈസ് പെറ്റ്. ആന തന്റെ തുമ്പിക്കൈ ഉയർത്തി കുറ്റബോധമുള്ള ഒരു ചെറിയ തിരമാല നൽകി. മോർണിംഗ്. അമ്മ ഒന്ന് നോക്കി. ജിമ്മി ഇമ്പാക്റ്റിനായി ബ്രേസ് ചെയ്തു. പിന്നെ അവൾക്ക് മാംറേജ് മോഡ് പൂർണ്ണമായും സജീവമാക്കുന്നതിനു മുമ്പ് അടുക്കള കൗണ്ടറിൽ നിന്ന് ആന ഒരു പാൻകേക്ക് എടുത്തു. അത് അവൾക്ക് നൽകുകയും ചെയ്തു. അമ്മേ, പ്രണയിച്ചു. പാൻകേക്കുകൾ. ഒരു നീണ്ട ഇടവേള. അമ്മ പാൻകേക്ക് എടുത്തു. ഒരു കടി, മറ്റൊരു കുത്ത്. അപ്പോൾ അവൾ നെടുവീർപ്പിട്ടു. കൊള്ളാം, അവൻ പ്രഭാതഭക്ഷണത്തിനായി താമസിക്കുന്നു. ജിമ്മി ആശ്വാസത്തോടെ ഏതാണ്ട് ബോധരഹിതനായി. അപ്പോൾ അമ്മ കൂട്ടിച്ചേർത്തു, പക്ഷേ നിങ്ങൾ ഗാരേജ് വൃത്തിയാക്കുകയാണ്. ജിമ്മി നെടുവീർപ്പിട്ടു. ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് അവനെ തലോടി. അത് വിലമതിക്കുന്നു. പ്രിയ ശ്രോതാവേ, അങ്ങനെയാണ് ജിമ്മിക്ക് ഒരു പുതിയ ഉറ്റുസുഹൃത്തിനെ ലഭിച്ചത്. കൂടാതെ വാരാന്ത്യം മുഴുവൻ ജോലികൾക്കായി നഷ്ടപ്പെടുകയും ചെയ്തു. കഥയുടെ ധാർമ്മികത. നിങ്ങളുടെ മുറ്റത്ത് എപ്പോഴെങ്കിലും ഒരു ആനയെ കണ്ടാൽ നിങ്ങളുടെ അമ്മയ്ക്ക് പാൻകേക്കുകൾ കൈക്കൂലി നൽകുക.